മന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ കെഎസ്യുവിന്റെ ആക്രമണത്തിനെതിരെ മൂവാറ്റുപുഴയിൽ സിപിഐഎം പ്രതിഷേധ പ്രകടനം നടത്തി. എസ്തോസ് ഭവനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി കച്ചേരിത്താഴത്ത് സമാപിച്ചു. മന്ത്രി വീണ ജോർജിന് നേരെയുണ്ടായ കെഎസ്യുവിന്റെ ആക്രമണത്തിനെതിരെ സിപിഐഎം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. എസ്തോസ് ഭവനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി കച്ചേരിത്താഴത്ത് സമാപിച്ചു. തുടർന്ന് ചേർന്ന പ്രതിഷേധ യോഗത്തിൽ കേരള കർഷക സംഘം സംസ്ഥാന ട്രഷറർ ഗോപി കോട്ടമുറിക്കൽ, ഏരിയ സെക്രട്ടറി അനീഷ മാത്യു, കെ.ജി. അനിൽകുമാർ, പി.ബി. അജിത് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വ്യക്തിപരമായ ഇതുപോലുള്ള ആക്രമണങ്ങളും വ്യക്തികളെ തേജോവധം ചെയ്യലും അവരെ ശാരീരികമായി മുറിവേൽപ്പിക്കലും ഒന്നും CPIM എന്ന് പറഞ്ഞ പാർട്ടി ചിന്തിക്കാറില്ല. അത്തരൊരു പ്രവൃത്തി നമ്മൾ കൈയാളിയിട്ടില്ല. കഴിഞ്ഞ ദിവസം അവരുടെ പൂട്ടിക്കിടന്ന വീടിൻ്റെ ഗേറ്റ് തല്ലി തുറക്കുകയാണ് ചെയ്തത്. മന്ത്രി തിരുവനന്തപുരത്തായിരിക്കുമ്പോഴാണ് പത്തനംതിട്ട ജില്ലയിലുള്ള വീടിൻ്റെ ഗേറ്റ് തല്ലി തുറന്ന് ഒരീത്ത കാർ പോർച്ചിൻ്റെ സൈഡിൽ കൊണ്ടുപോയി വെച്ച ആളുകൾക്ക് വലിയ സമാധാനമായി. വലിയ സമാധാനം, ഒരു പുതിയ സമരരൂപമാണ്. അതിൻ്റെ അടിത്തപടിയാണ് ഇന്ന് ഈ കണ്ടത്. വി.ഡി. സതീശന്റെ വാക്ക് കേട്ടുകൊണ്ട് ഒരാൾക്കൂട്ടം കടന്നു ചെന്ന് കെഎസ്യുവിന്റെ നേതൃത്വത്തിൽ കടന്നു ചെന്നുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മന്ത്രിയെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കൈക്കും കഴുത്തിനും പരിക്കേൽക്കുകയാണ്. ഒരു കാര്യം ഈ കേരളത്തിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇത്തരത്തിൽ കെഎസ്യു ഉൾപ്പെടെയുള്ള കുട്ടിക്കൊരങ്ങന്മാരെ ഇത്തരത്തിലുള്ള സമരാഭാസത്തിന്റെ പേരിൽ പറഞ്ഞു വിട്ടു കഴിയുമ്പോൾ ഈ കേരളത്തിലുമുണ്ട് യുവജന സംഘടനയും വിദ്യാർത്ഥി സംഘടനയും ഉൾപ്പെടെ ഈ കേരളത്തിലുമുണ്ട് ഈ വിദ്യാർത്ഥി സംഘടനയും യുവജന സംഘടനയും ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിന്റെ ക്യാമ്പസിലും തെരുവോരങ്ങളിലും ഈ ഉയർത്തിപ്പിടിച്ച അക്രമത്തിന് നേതൃത്വം കാണിച്ചവരൊന്നും തന്നെ നല്ല രീതിയിൽ നടന്നു പോകില്ല. മന്ത്രിയുടെ കൈക്കാണ് പരിക്കെങ്കിൽ മുട്ടുകാലിൽ എഴിയുന്ന രീതിയിലേക്ക് കെഎസ്യുവിനെ ഈ കേരളത്തിന്റെ ക്യാമ്പസിലും കേരളത്തിന്റെ മണ്ണിലും നേരിടാൻ കെൽപ്പുള്ള പ്രസ്ഥാനമാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഞങ്ങൾ ഈ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. വിവിധ ലോക്കൽ കേന്ദ്രങ്ങളിലും പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. കഴിഞ്ഞ 34 വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി നിങ്ങളെ വരവേൽക്കുന്നു. 3000 രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ 2 ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ, 925 ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം 18 ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ.